ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെ കീം റാങ്ക് പട്ടിക പുതുക്കിയിറക്കിയെങ്കിലും മാനസിക സമ്മർദ്ദത്തിലായത് വിദ്യാർത്ഥികളാണ്. അനിശ്ചിതത്വത്തിന് ഉത്തരവാദി സർക്കാരെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. കീം വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ രാജി ആവശ്യപ്പെട്ട് KSU പ്രതിഷേധിച്ചു. കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ 300 മുതൽ 1000 റാങ്ക് വരെയാണ് പിന്നോട്ട് പോയത്. വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന തീരുമാനമാണിതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജോ ഒരു കോഴ്സോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ എന്നെ പോലെ തന്നെയുള്ള ഒരുപാട് കീം ആസ്പിറൻസിന് ഇനി എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാണ്, ഒരു ഫ്യൂച്ചറോ ഒരു കാര്യങ്ങളും ഇല്ലാതെ വരാണ്. സർക്കാരിന്റെ പിടിപ്പുകേടാണ് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നതെന്ന് അധ്യാപകരും രക്ഷിതാക്കളും ആരോപിക്കുന്നു. ഇത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇഷ്യൂ ആണ്. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതിന്റെ പ്രോബ്ലമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് നേരത്തെ ആയിരുന്നു, ഇപ്പോഴല്ല. അടുത്ത കൊല്ലത്തേക്കെങ്കിലും കീം എന്ന് പറയുന്ന എക്സാമിന്റെ മാർക്ക് ബേസ്ഡ് ആയിരിക്കണം റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് മന്ത്രി പറയുന്നത് അടുത്ത കൊല്ലം നോക്കാന്ന്. അടുത്ത കൊല്ലം കീം എക്സാമിന്റെ തലേദിവസം അല്ലേ നോക്കേണ്ടത്? ഇപ്പോഴങ്ങനെയാണല്ലോ സംഭവിച്ചത്. ലിസ്റ്റ് വന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ഏതാണ്ട് കോളേജുകളിലൊക്കെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു, കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഇത് റദ്ദാക്കി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇന്നലെ രാത്രി തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, പുതിയ റാങ്ക് ലിസ്റ്റ്. അത് തികച്ചും സ്വാഗതാർഹമാണ്. ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണെങ്കിലും അത് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് വേഗം കംപ്ലീറ്റ് ആകണം, അത് തന്നെയാണ് ആഗ്രഹം. കേരള ചരിത്രത്തിൽ ഇതുപോലെ അവസാനം മുൾമുനയിൽ നിർത്തി റാങ്കുകൾ മാറുന്ന ഒരു സംസ്കാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പിടിപ്പുകേടായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. മാനദണ്ഡങ്ങൾ മാറ്റിയത് ആർക്കു വേണ്ടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. എന്നിട്ട് ആർക്കു വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവരെ കുളമാക്കി മാറ്റി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് KSU. കൊച്ചിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. തിരുവനന്തപുരത്ത് എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് KSU മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. വിവിധ ബ്യൂറോകളോടൊപ്പം 24 കോഴിക്കോട്.